വിഷു സ്പെഷ്യലായിട്ട് ഞാൻ ഈ ഡിസൈൻ ചെയ്ത ഒരു ബ്ലൗസിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് കാണിക്കുന്നത്. ഇത് പ്രിൻസസ് കട്ട് മോഡലാണ്. പക്ഷേ ഫുള്ളായിട്ട് മുകളിൽ നിന്ന് താഴെ വരെ കട്ട് വരുന്നില്ല. താഴ്ഭാഗത്ത് മാത്രമാണ് പ്രിൻസസ് കട്ട് വരുന്നത്. അതൊരു വ്യത്യാസമുള്ള രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഫാബ്രിക്കിന് ഞാൻ ലൈനിങ് വെച്ചിട്ടല്ല സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്രയും നല്ല പെർഫെക്ഷനിൽ ബാക്ക് ഓപ്പണിൽ ഫസ്റ്റ് ടൈമാണ് ബ്ലൗസ് ചെയ്യുന്നത്. നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഫ്രണ്ടിൻ്റെ മെഷർമെൻറ്റ്സാണ് ഈ എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ കുറച്ച് നമ്മൾ ഇറക്കി കഴുത്ത് വെക്കുകയാണ്. ബാക്ക് ഓപ്പണിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇച്ചിരി ഒരു 6 7 കഴുത്തിറക്കത്തിൽ കൊടുക്കുക. സർക്കിൾ ഷേപ്പിൽ വെക്കുക. ഇങ്ങനെ നല്ലതായിട്ട് റൗണ്ട് നെക്കായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടുന്ന് 10 ഇഞ്ച് താഴേക്കാണ് ഞാൻ പ്രിൻസസ് കട്ടിൻ്റെ ബ്രസ്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ താഴേന്ന് മുകളിലേക്ക് 3 ഇഞ്ചസിലേക്ക് നമ്മൾ നമ്മുടെ പടി കട്ട് ചെയ്ത് മാറ്റില്ല. അപ്പോൾ അതിന് 3 ഇഞ്ച് മാറ്റി വിടുക. എന്നിട്ട് അവിടെ നിന്ന് മുകളിലേക്കാണ് മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ 10 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെയാണ് നമ്മൾ ബ്രസ്റ്റ് പോയിൻ്റ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് 4 ഇഞ്ച് സൈഡിലൊന്ന് 4 ഇഞ്ച്, പിന്നെ ഓരോ ഇഞ്ച് അപ്പുറം ഇപ്പുറം ഇതുപോലെ മാർക്ക് ചെയ്ത് നമ്മൾ അവിടെ ഡാർട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ഒരു ഷേപ്പിലിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് കയറിയിട്ട് വരുന്ന രീതിയിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അത് 2 സൈഡിലും ഇങ്ങനെ കേർവ് ചെയ്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഷേപ്പിൽ വരും. അപ്പോൾ നമുക്ക് ബോഡി പോർഷൻ മൊത്തത്തിൽ വണ്ണം വേണ്ടത് 10 ഇഞ്ചാണ്. പ്ലസ് 2 ഇഞ്ച് എക്സ്ട്രാ ഇടുന്നുണ്ട് തയ്യൽ തുമ്പ്. ഡാർട്ടൊക്കെ പിടിക്കുന്നതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ 2 ഇഞ്ച് ഇടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ മാർക്ക് ചെയ്തത് 1/2 ഇഞ്ച്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പോൾ അത്രയും കയറ്റിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ്. എന്നിട്ട് താഴത്തെ പോർഷനിൽ നമ്മുടെ ബെൽറ്റിൻ്റെ പോർഷൻ വരുമ്പോൾ കുറച്ച് ഒതുങ്ങിയിട്ടാണ് വേണ്ടത്. അപ്പോൾ അത് 1 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്താൽ മതി. 1-2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്താൽ മതി. ഞാൻ മാർക്ക് ചെയ്തതിൽ നിന്നും കൂടുതൽ ഞാൻ വണ്ണം ബോഡി ഷേപ്പ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഉള്ളിലേക്ക് അടിക്കേണ്ടി വരുന്നുണ്ട്. കാരണം ബെൽറ്റിൻ്റെ പോർഷനിൽ നമ്മൾ ഷേപ്പിന് അടിക്കുമ്പോൾ 2 ഇഞ്ച് ഉള്ളിലേക്ക് വന്നാൽ മതി. പിന്നെ ഈ ഡാർട്ടിൻ്റെ പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. താഴത്തെ ബെൽറ്റിൻ്റെ പോർഷനും ഇപ്പുറത്തെ 1/2 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തത് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് നമ്മൾ എക്സ്ട്രാ സൈഡിൽ വരുന്നതും കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഈ ഡാർട്ട് പിടിക്കുന്നത് നമ്മൾ ഉൾവശത്തിൽ സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ താഴത്തെ പോർഷൻ അതിലേക്ക് സെൻറ്ററിൽ കാണുന്ന അവിടെ വെച്ച് ജോയിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ബാക്ക് പോർഷനിൽ ഞാൻ ഓപ്പണ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ സെയിം ഫ്രണ്ടിൽ എടുക്കുന്ന പോലെ തന്നെ ഷോൾഡറെല്ലാം മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എക്സ്ട്രാ കുറച്ചുകൂടി വീതി കൂടുതൽ വേണ്ട, 11 ഇഞ്ചൊക്കെ മതിയാവും. പിന്നെ കഴുത്തിറക്കം 8 ഇഞ്ച് ഞാൻ ഇറക്കുന്നുണ്ട്. കുറച്ച് വൈഡായിട്ടാണ് ചെയ്യുന്നത്. ഇറക്കം കുറച്ച് കൂടുതൽ, വൈഡ് ഇത്ര ഒരു ഷേപ്പിൽ, ജസ്റ്റ് ഒത്തിരി വൈഡാക്കുന്നില്ല, ഈ ഷേപ്പിൽ. എന്നിട്ട് 10 ഇഞ്ചിൽ ഞാൻ ഡാർട്ടിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് 10 ഇഞ്ചിൽ. പക്ഷേ ഡാർട്ട് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഫ്രണ്ടിൽ നമ്മൾ ഓരോ ഇഞ്ച് വെച്ച് 2 സൈഡിലും കൊടുത്തിട്ടാണ് ഡാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് ബ്രസ്റ്റ് പോയിൻ്റ്, ഇത് നമ്മൾ ബാക്ക് പോർഷനിൽ അങ്ങനെ വേണ്ട. നമ്മൾ ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് വെച്ചിട്ട്, അതും നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നില്ല, ഉള്ളിലേക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു സ്റ്റിച്ച് കൊടുക്കുന്നേ ഉള്ളൂ. അതൊരു ലൈൻ അവിടെ കാണിക്കാൻ വേണ്ടിയാണ്. പിന്നെ നമ്മൾ ഈ ഷേപ്പ് കണ്ട് ഉള്ളിലേക്കാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. കാരണം നമ്മൾ ഡാർട്ടിന് വേണ്ടിയിട്ട് ഒത്തിരി പോർഷൻ പോയിട്ടില്ല. പിന്നെ ഈ ബെൽറ്റ് കട്ട് ചെയ്ത് മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനങ്ങനെ ചെയ്തു. ലൈനിങ് വെക്കാതെയാണല്ലോ തയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ആ പോർഷൻ സെപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ബാക്കിയെല്ലാം മാർക്കിങ് അതുപോലെ കട്ട് ചെയ്തെടുക്കുക. ആ ഡാർട്ടിൻ്റെ പോർഷൻ മാത്രം കട്ട് ചെയ്യുന്നില്ല, അത് ജസ്റ്റ് ഒരു ചെറിയൊരു സ്റ്റിച്ച് കൊടുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ സെൻറ്ററിൽ ഓപ്പണിൻ്റെ പോർഷൻ കട്ട് ചെയ്യുക. അവിടെ നമ്മൾ പടി വെച്ച് അടിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് ഞാൻ ബാക്ക് പോർഷനിൽ പറഞ്ഞില്ലേ, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ചാണ് അപ്പുറം ഇപ്പുറയും, മൊത്തത്തിൽ 1 ഇഞ്ചിൻ്റെ പാർട്ടേ ഉണ്ട്. അപ്പോൾ ആ ലൈനിൽ കൂടെ ഒരു സ്റ്റിച്ച് അങ്ങ് കൊടുക്കുക, അത്രേ ചെയ്യുന്നുള്ളൂ, കട്ട് ചെയ്ത് മാറ്റുന്നില്ല.
അത് ജസ്റ്റ് ഒരു ഷേപ്പിന് വേണ്ടിയിട്ട്, ഒരു ലൈന് കാണിക്കാൻ വേണ്ടി. ചിലരൊക്കെ ബാക്കിലിങ്ങനെ ഡാർട്ട് കാണിക്കാറുണ്ട്, ലൈൻ കാണിക്കാറുണ്ട്. ചുരിദാറിൻ്റെ ടോപ്സിലും ഇങ്ങനെ ചെയ്യാറുണ്ട്. ബ്ലൗസിൽ ചെയ്യുന്നത് നല്ലതായിട്ട് എനിക്ക് തോന്നി. ഞാൻ തയ്ച്ചിട്ടുള്ളതിൽ ഈ ബ്ലൗസ് എനിക്ക് നല്ല പെർഫെക്ഷൻ തോന്നി. ലൈനിങ് വെച്ച് ചെയ്തില്ല എന്നേ ഉള്ളൂ. ജസ്റ്റ് ഞാനൊരു ഇത് നല്ല ബ്ലൗസ് പീസല്ല, ഇതൊരു പാൻറ്റിൻ്റെ ക്ലോത്തായിരുന്നു. അതെടുത്തിട്ടാണ് ഞാൻ ബ്ലൗസ് ബ്ലൂ കളറ് ഒത്തിരി സാരീസിൻ്റെ കൂടെ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുമല്ലോ, അപ്പോൾ അതൊന്ന് പെയർ ചെയ്യാൻ പറ്റുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇത് ബാക്ക് പോർഷൻ കണ്ടോ, ആ ലൈനിൽ കൂടെ ഡാർട്ട് പിടിച്ചു, എന്നിട്ട് താഴത്തെ ബെൽറ്റിൻ്റെ പോർഷൻ ജോയിൻ ചെയ്ത് പടി വെച്ച് അടിച്ചു കൊടുത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 2 പാർട്ട് അതുപോലെ സെപ്പറേറ്റ് ചെയ്യാം. ഇങ്ങനെ 2 പാർട്ട് കിട്ടി പടി വെച്ച് അടിച്ചു കൊടുക്കേണ്ടത് ഇങ്ങനെയാണ്. എന്നിട്ട് നമ്മൾ ബെൽറ്റ് കറക്റ്റായിട്ട് വെക്കുക, ഹുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു 5 ഹുക്കോളം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പോർഷനാണ് ഞാൻ ആ പടി വെച്ച് അടിച്ചു കൊടുത്തത്. എന്നിട്ട് നമ്മളിതുപോലെ പടി കൂടെ വെച്ച് അടിച്ചു കഴിയുമ്പോൾ നമുക്ക് ബാക്ക് പോർഷൻ പെർഫെക്റ്റ് ആവും. പിന്നെ എക്സ്ട്രാ നമുക്ക് കുറച്ചുകൂടെ ഭംഗി വരുത്തണമെങ്കിൽ നെക്കിൻ്റെ അവിടെ ഞാൻ ഒരു പൈപ്പിംഗ് എന്തെങ്കിലും കൊടുക്കാം. ഞാൻ ആ സാരിയുടെ ബ്ലൗസ് പീസിൽ ഉണ്ടായിരുന്ന ആ സാരിയുടെ ബ്ലൗസ് പീസ് തുണി അത്രയ്ക്ക് തിക്നെസ് അല്ല, അല്ലെങ്കിൽ അത് ഇതൊക്കെ കണ്ടോ, ഇങ്ങനെയാണ് അതിൻ്റെ പട്ട് വരുന്ന പോർഷൻ മാത്രം ഞാൻ കട്ട് ചെയ്തെടുത്തു. അതിൻ്റെ സൈഡിൽ തുണിയുടെ മെയിൻ ബ്ലൗസിൻ്റെ ഫാബ്രിക്കിൽ അതിൻ്റെ നൂലിങ്ങനെ ഇരിഞ്ഞു പോകുന്ന ടൈപ്പാണ്, അതുകൊണ്ട് ഞാൻ അതെടുക്കാത്ത, അത് തയ്ക്കാത്ത. അങ്ങനെയാണ് ഈ ക്ലോത്തിൽ ഞാൻ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തത്. എന്നിട്ട് ഈ പട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കിൽ നമ്മുടെ ആ വൈഡ് നെക്കിൽ ജസ്റ്റ് ഒരു പൈപ്പിംഗ് പോലെ കൊടുക്കുന്നുണ്ട്. അത് ചെയ്തപ്പോൾ ബാക്ക് നെക്ക് കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ ഫൈനലി അതിട്ടിട്ട് ബാക്ക് നെക്ക് കാണിക്കുന്ന വീഡിയോ ഉണ്ട്, അപ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാവും. ഇത് കൂടെ ചെയ്തപ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ ഞാൻ ഈ പട്ട് നമുക്ക് അത്യാവശ്യം കയ്യിലൊക്കെ കൊടുക്കാനുള്ള, കയ്യിൽ കൊടുക്കുന്ന പോർഷനിൽ വരുന്ന പട്ടൊക്കെയാണ് ഉള്ളത്. അപ്പോൾ കയ്യിലും ഞാനത് കൊടുക്കുന്നില്ല, പകരം ബാക്ക് നെക്കിലും ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കുന്നു. ബാക്ക് നെക്കിലും ബാക്കിലെ ബെൽറ്റിൻ്റെ പോർഷനിലും ഞാൻ ആ പടിയിലും ഈ പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട്. പട്ടിൻ്റെ നെക്കിൻ്റെ പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ താഴെയായിട്ട് വീണ്ടും ഞാൻ പടി വെച്ച് പടിയിൽ കൂടെ പട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രണ്ട് പോർഷനാണ്. ഫ്രണ്ട് പോർഷൻ കണ്ടോ, നമ്മൾ ഡാർട്ട് കട്ട് ചെയ്ത് മാറ്റിയ അവിടെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് കൊടുക്കുക. ഒരു 2 സ്റ്റിച്ച് കൊടുത്ത് ലോക്ക് ചെയ്യുക, കാരണം ലൈനിങ്ങും ഇല്ലല്ലോ, അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ എന്നിട്ട് തിരിച്ച് വീണ്ടും സ്റ്റിച്ച് കൊടുക്കുക, ലോക്ക് ചെയ്തിടുക. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ പ്രിൻസസ് കട്ട് നമ്മൾ വേറെ ഫാബ്രിക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഫുള്ളി അറ്റാച്ച് ചെയ്യുന്നതിനെക്കാളും ഭയങ്കര ഈസിയാണ്. കണ്ടോ, കപ്പ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുമുണ്ട്. അപ്പോൾ ഈ മെത്തേഡ് ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. പിന്നെ ഈ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷനും ഒക്കെ കാണാനും അങ്ങനെ കട്ട് കറക്റ്റ് വരുന്നുണ്ട്, കാണാനും നല്ല, എനിക്ക് ഇടുമ്പോഴും കംഫർട്ടബിളായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ബ്ലൗസ് ഇതുപോലെ സെയിം സ്റ്റിച്ച് ചെയ്യണം, കുറച്ച് ലൈനിങ്ങൊക്കെ വെച്ചിട്ട് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം. ഇത് ജസ്റ്റ് കുറച്ച് നാളൊക്കെ ഉപയോഗിക്കാനേ പറ്റൂ, ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ ഈ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ താഴത്തെ പോർഷൻ ജോയിൻ ചെയ്യുന്നതാണ്. കണ്ടോ, കറക്റ്റ് നമ്മൾ ആ കൂത്തിട്ട് കട്ട് ചെയ്ത ആ പോർഷൻ സെൻറ്ററിൽ വെച്ചിട്ട് അവിടുന്ന് ഒരു സൈഡിലേക്ക് കൊടുക്കുക സ്റ്റിച്ച്, പിന്നെ അപ്പുറത്തെ സൈഡ് കറക്റ്റ് ഇതുപോലെ തന്നെ ആ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ സെൻറ്ററിലെ പോർഷൻ കറക്റ്റ് വെക്കുക, എന്നിട്ട് വേണം ചെയ്യാനായിട്ട്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട്. ഇങ്ങനെ ഒരു ബ്ലൗസിൻ്റെ ഫ്രണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നന്നായിട്ടുണ്ട്. കണ്ടില്ലേ, ആ പോർഷൻ ആ സെൻറ്ററിൽ നിന്ന് വീണ്ടും നെക്സ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക, റൈറ്റ് സൈഡിൽ സ്റ്റിച്ച് ചെയ്ത പോലെ ലെഫ്റ്റിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. ഇച്ചിരി കൂടുതൽ 2 സ്റ്റിച്ചൊക്കെ കൊടുക്കുക, അപ്പോഴായിരിക്കും സ്റ്റിഫായിട്ടിരിക്കുന്നത്. ഇതുപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. കണ്ടോ, ഭയങ്കര ഫ്രണ്ട് നല്ലതായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും കൂടെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക.
സ്ലീവ്സ് കട്ട് ചെയ്യുക, പിന്നെ അതും ജോയിൻ ചെയ്ത് കൊടുക്കുക. സ്ലീവ്സിൻ്റെ എൻഡിൽ ഞാൻ ലേസും കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതുപോലെയാണ് കണ്ടോ. ബാക്ക് നെക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരി വൈഡായി പോയിട്ടില്ല, കറക്റ്റായിട്ടുണ്ട്. എനിക്ക് ആ പൈപ്പിങ് കൊടുത്തപ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ട്. പിന്നെ ഈ സാരി പോത്തീസിൽ നിന്നുള്ളതാണ്. 600 റുപ്പീസ് വരുന്നുണ്ട്.